ബീഹാർ തിരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി അടുപ്പിക്കില്ല എന്ന തീരുമാനം ലക്ഷ്യം കാണുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതിന് കാരണവുമുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസിന് ഇപ്പോൾ എന്തെന്നില്ലാത്ത വേഗത കൈവന്നിരിക്കുകയാണ്. നിയമ നടപടികൾ അതിവേഗം മുന്നോട്ട് കുതിക്കുമ്പോൾ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധിയെ ഉറ്റുനോക്കുന്നത്. ബീഹാർ BJP സംബന്ധിച്ച് കിട്ടാക്കനിയായ സംസ്ഥാനമാണ്. കഴിഞ്ഞ തവണ അടുത്തെത്തിയെങ്കിലും RJDയുടെ ശക്തമായ വെല്ലുവിളികൾ മറികടക്കാൻ BJPക്ക് സാധിച്ചില്ല. ഇക്കുറി ബീഹാർ പിടിക്കുവാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇറങ്ങുമ്പോൾ തടയിടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. അതിനു മുന്നിൽ പോംവഴിയൊന്ന് മാത്രമാണുള്ളത്: നാഷണൽ ഹെറാൾഡ് കേസിലെ നിയമ നടപടികൾ വേഗത്തിലാക്കുക, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും അറസ്റ്റ് ചെയ്യുക. നേരത്തെ കർണാടക തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കിയത് നമ്മൾ കണ്ടതാണ്. അതേ വഴി തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും കാണുന്നത്. ഡൽഹി കോടതിയിലേക്കാണ് ഹെറാൾഡ് കേസ് ചൂട് പിടിച്ചിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസ് പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡിന്റെ 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ സോണിയാഗാന്ധിയുടെയും രാഹുലിന്റെയും നിർദ്ദേശപ്രകാരം കോൺഗ്രസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്ന് തെളിവുകൾ സഹിതം ED ഡൽഹി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സോണിയയും രാഹുലും 76% ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന യങ് ഇന്ത്യൻ എന്ന കമ്പനി രൂപീകരിച്ച കോൺഗ്രസിൽ നിന്നും എടുത്ത 90 കോടി രൂപ വായ്പയ്ക്കായി അസോസിയേറ്റ് ജേർണൽസ് ലിമിറ്റഡിന്റെ ആസ്തികൾ തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തിയതായിട്ടാണ് ED പറയുന്നത്. സോണിയാഗാന്ധിയെയും രാഹുലിനെയും പ്രതികളാക്കി ഉൾപ്പെടുത്തിയ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹിയിലെ പ്രത്യേക കോടതി ഇനി ദിനംപ്രതി വാദം കേൾക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാസങ്ങളെടുത്ത് നടക്കേണ്ട നിയമ നടപടി ഇനി ദിവസം തോറും എന്നാകുമ്പോൾ കേസിലെ നടപടികൾക്ക് ഇരട്ടി വേഗമാണ് കൈവരുന്നത്. കുറ്റകൃത്യങ്ങളിൽ നിന്നും സോണിയയും രാഹുലിനെയും 142 കോടി രൂപ സമ്പാദിച്ചു എന്നൊക്കെ കുറ്റപത്രത്തിലുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പുറമെ ചില തെളിവുകൾ കൂടി ലഭിച്ചാൽ കോൺഗ്രസ് പാർട്ടിയെ തന്നെ പ്രതിയാക്കാനുള്ള നീക്കവും ഉണ്ടെന്ന് ED അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കേസിൽ AICC പ്രതിയല്ല എന്ന് കരുതി അവരെ പ്രതിയാക്കേണ്ട സാഹചര്യമില്ല എന്ന അർത്ഥമില്ല എന്നും ED ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേരത്തെ അധികാരത്തിലിരുന്ന 10 വർഷവും ED ഉപയോഗിച്ച സോണിയയെയും രാഹുലിനെയും അകത്താക്കാനുള്ള നീക്കം നടത്തിയ BJP തുടർച്ചയായ 3ാം തവണയും അധികാരത്തിലേറിയതോടെ ലക്ഷ്യത്തിൽ നിന്നും മാറുന്നില്ല. സോണിയയും രാഹുലിനെയും അകത്താക്കി കോൺഗ്രസിന്റെ ശക്തി ക്ഷയിപ്പിക്കുക, അതുവഴി പ്രതിപക്ഷ മുക്ത രാജ്യം എന്ന ലക്ഷ്യം നിറവേറ്റുക എന്നതാണ് BJPയുടെ പ്രഖ്യാപിത നയം. BJPയുടെ രാഷ്ട്രീയ ആയുധമായി ED മാറി എന്നതിന് ഇതിനു മുൻപും പല തെളിവുകളും പുറത്തു വന്നിരുന്നു. പ്രതിപക്ഷ പാർട്ടികളെയും നേതാക്കന്മാരുടെയും വീടുകളും ഓഫീസുകളും റെയ്ഡ് ചെയ്യുന്ന ED നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുവാനും മടിക്കുന്നില്ല. ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ചിത്രത്തിൽ നിന്നും മാറ്റി നിർത്തുവാനുള്ള നീക്കമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. അഴിമതിക്കാരായ BJP നേതാക്കളുടെ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്ന ചോദ്യവുമായിട്ട് കൂട്ടി വായിക്കുമ്പോൾ ഇതിന് കൃത്യമായ ഉത്തരം ലഭിക്കും.